Hello all, in this video we are discussing hardware approach from the topic Approaches of Educational Technology from Unit 1 Introduction to Educational Technology. So Arthur A. Lumsden, an educational psychologist, ആണ് പ്രധാനമായും എഡ്യൂക്കേഷണൽ ടെക്നോളജിയെ 3 അപ്രോച്ചസ് ആയിട്ട് കൊണ്ടുവന്നത്. അതിലൊരെണ്ണം ഹാർഡ്വെയർ അപ്രോച്ച്, പിന്നെ സോഫ്റ്റ്വെയർ അപ്രോച്ച് ആൻഡ് ദ തേർഡ് വൺ ഇസ് സിസ്റ്റം അനാലിസിസ്. ഹാർഡ്വെയർ അപ്രോച്ചിനെ പ്രധാനമായിട്ടും ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്നും പറയാം. ഇത് പ്രധാനമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഫിസിക്കൽ എക്യുപ്മെൻറ്റ്സും മെഷീൻസും യൂസ് ചെയ്തിട്ട് ക്ലാസ് റൂമിൽ ടീച്ചിങ് എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഹാർഡ്വെയർ അപ്രോച്ച് പറയുന്നത്. ഇത് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത് ഫിസിക്കൽ സയൻസിൽ നിന്നും അതുപോലെ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹാർഡ്വെയർ അപ്രോച്ച് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു അപ്രോച്ച് കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ചാൽ മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഇന്നോവേഷൻ ക്ലാസ് റൂമിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം എന്നുള്ളൊരു ആ ഒരു ഇന്നോവേഷൻ ഐഡിയ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ക്ലാസ് റൂംസിൽ. പ്രധാനമായിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ മെക്കനൈസേഷൻ വഴി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊരു എയിമാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് മെയിൻ ആയിട്ടുള്ള കീ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫോക്കസസ് ഓൺ ദ ക്രിയേഷൻ ആൻഡ് യൂസ് ഓഫ് ടാഞ്ചിബിൾ ടൂൾസ്. ഫിസിക്കൽ അതുപോലെ കോൺക്രീറ്റ് ടൂൾസിനെയൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് റൂമിലെ ചിൽഡ്രന് ക്ലാസ് എടുക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റീയൂസബിൾ ആണ്, അതുപോലെ ലോങ് പീരീഡ് ഓഫ് ടൈമിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഓഫ് കോണ്ടന്റ് ടു ദ സ്റ്റുഡൻസിൽ ഈ നമ്മൾ എടുക്കുന്ന കോണ്ടന്റ് എന്താണോ അത് നന്നായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ് മൂന്നാമത്തത്. ഇതിൻ്റെ പ്രധാനമായിട്ടും വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ക്ലാസിക്കൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ്, വിച്ച് ഇൻക്ലൂഡ്സ് പ്രൊജക്ടർ, റേഡിയോസ്, ടെലിവിഷൻസ് എക്സെട്ര. രണ്ടാമത്തത് മോഡേൺ ഡിവൈസസ് ആണ്, വിച്ച് ഇൻക്ലൂഡ്സ് കമ്പ്യൂട്ടേഴ്സ്, ടാബ്ലറ്റ്സ്, ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ്, മൊബൈൽ ഡിവൈസസ് എക്സെട്ര. Third one is specialized equipments, which includes language labs, virtual reality headsets, etc. ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ടീച്ചിങ് ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഒരുപാട് സ്റ്റുഡൻസിനെ അറ്റ് എ ടൈം നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് പഠിപ്പിക്കാം. രണ്ടാമത്തത് മേക്സ് ലെസൺസ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് മെമ്മറബിൾ ത്രൂ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി സ്റ്റിമുലേഷൻ. നമ്മൾക്ക് കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് കൂടുതൽ ലോക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മെമ്മറബിളും ആയിരിക്കും അതുപോലെ ഇൻട്രസ്റ്റിംഗും ആയിരിക്കും സ്റ്റുഡൻസിന്. മൂന്നാമത്തത് അലൗസ് ഫോർ ലേണിംഗ് റിസോഴ്സസ് ടു ബി ഷെയർഡ് അക്രോസ് ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസസ്. എത്ര ദൂരെ ആയിരുന്നാലും ഈ ഓരോ മെത്തേഡ് ഈ ഓരോ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്ത് നമുക്ക് എത്ര ദൂരത്തായിരിക്കുന്ന കുട്ടികൾക്കും പഠനം സാധ്യമാക്കാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എൻഷുവേഴ്സ് എ കൺസിസ്റ്റൻറ്റ് ക്വാളിറ്റി ഓഫ് പ്രസൻറ്റേഷൻ. നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഇത് ഒരുക്കുന്നു. ആൻഡ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഉള്ളത് റിക്വയർസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എക്യുപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ്. ആസ് വി ഓൾ നോ ഇതിനൊക്കെ ഒരുപാട് ഫൈനാൻഷ്യലി ഒരുപാട് പൈസ ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് ഇനീഷ്യലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ പറയുന്നത് ഹൈ കോസ്റ്റ് ആണ്. ആൻഡ് റിക്വയർസ് ഇലക്ട്രിസിറ്റി ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ഫംഗ്ഷൻ. ഇതിന് ഇലക്ട്രിസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ടെക്കിനെ യൂസ് ചെയ്തിട്ട് വേണം, ടെക്നിക്കലായിട്ട് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നമുക്ക് ക്ലാസ് റൂംസിൽ അവൈലബിൾ ആക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തത് ലാക്സ് ഹ്യൂമൻ ഇൻ്ററാക്ഷൻസ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് ട്രഡീഷണൽ ടീച്ചിങ്. ഇവിടെ ഹ്യൂമൻസിൻ്റെ ഇൻ്ററാക്ഷൻ കുറവാണ് എന്ന് പറയുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ടീച്ചിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ന്യൂ മെക്കനൈസേഷൻ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ആയിട്ട് വരുന്ന ടീച്ചിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിൻ്റാണിത്. Then and the final one is addresses how to deliver instructions but not what to teach, how learner learns. അതായത് എങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഡെലിവർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്ത് പഠിപ്പിക്കണമെന്നോ എങ്ങനെ പഠിപ്പിക്കണമെന്നോ നമ്മൾക്ക് ഒരു ഐഡിയ ഇത് തരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഹാർഡ്വെയർ അപ്രോച്ചിൽ വരുന്നത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു ഓൾ. താങ്ക് യു.